ഞാൻ വരട്ടെ. അതായത് 5 വാദങ്ങൾ ഇതിനെതിരെ ഉന്നയിച്ചിട്ട് അതിൽ എല്ലാം തെറ്റാണ്, കള്ളമാണ്, വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് 2-3 ദിവസമായി ചർച്ചയിൽ വന്നിരിക്കും, ഇന്ന് വന്നിട്ടില്ല ഒറ്റ. ഞാൻ ഇതിന്റെ ഇപ്പൊ 2ാമത്തെ ചർച്ചയാ. പഞ്ചായത്ത് പ്രസിഡന്റ് കാണാനില്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്താ പറഞ്ഞേ? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പഞ്ചായത്തിന് ഒരു വിവരമില്ല, ഒരു രേഖയുമില്ല, പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, ഇതെല്ലാം ഗവൺമെന്റ് തട്ടിപ്പ് നടത്തുകയാണ്. ഈ കത്ത് ഞാൻ 2 കത്ത് അങ്ങേക്ക് അയച്ചല്ലോ, ആ കത്തൊന്ന് കാണിക്കാമോ ജനങ്ങളെ? ആ കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ ആരാണ് അപേക്ഷ കൊടുത്തത്, എന്ത് പർപ്പസിനാണ്, എന്നാണ് മീറ്റിംഗ്, കൃത്യമായി ഗവൺമെന്റ് സംവിധാനം അറിയിച്ചില്ലേ? അപ്പൊ കള്ളക്കണക്കുകൾ തന്നെ കൊടുക്കുന്നു. ഇവിടെ ഏതെങ്കിലും കമ്പനി പ്രൊഡക്ഷൻ കിട്ടാതെ നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. കാരണം മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി തന്നെ പറഞ്ഞു, മദ്യം വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നവർക്ക് അന്തസ്സായിട്ട് നിൽക്കാനുള്ള സൗകര്യം വേണം. അന്തസ്സോടെ, ഏറ്റവും കാര്യശേഷിയോടെ, അല്ലെങ്കിൽ ഏറ്റവും ഗുണസമർത്ഥമായിട്ടുള്ള മദ്യം അവർക്ക് കൊടുക്കണം. മദ്യം കഴിക്കാനും ഉപയോഗിക്കാനുമുള്ള റൈറ്റ്സ് അവർക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു. അതേ ഹൈക്കോടതിയിൽ കർഷകർ പോയി നേടിയെടുത്തൊരു ഉത്തരവുണ്ട്. അതേ ഹൈക്കോടതിയിൽ നിന്ന് കർഷകർ പോയി നേടിയെടുത്തൊരു ഉത്തരവുണ്ടല്ലോ. അല്ല, ഈ പറയുന്ന ഉത്തരവ് പാലക്കാടുമായി ബന്ധപ്പെട്ടാണ്. മലമ്പുഴ ഡാമിന്റെ വെള്ളം, ഒന്നാമതായി കുടിവെള്ളത്തിന്, രണ്ടാമതായി കൃഷിക്ക്, ഈ 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് കർഷകർ പോയി വാങ്ങിയ ഉത്തരവുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഈ ഹരിയാന അതിർത്തിയിൽ തളച്ചിടപ്പെട്ടിരിക്കുന്ന കർഷകരെ പറ്റി വലിയ വാഗ്ധോരണി മുഴക്കുമല്ലോ CPM-ന്റെ AKG ഭവനിലെ നേതാക്കന്മാർ. ദേശാമനിയിൽ നെടുനീള ലേഖനവും എഴുതുമല്ലോ. ആ കർഷകർക്ക് നേരിടേണ്ടി വരുന്ന അതേ ഗതിയാണ് ഇവിടെ പിണറായി സർക്കാരും കൊടുത്തിരിക്കുന്നത്. അരുണ, ഞാൻ വരാം അരുണിലേക്ക്. അരുണ, ഞാൻ വരാം. അല്ല, ഒരു സെക്കൻഡ്, വേഗം. We respect that judgment also. അവിടെ കുടിവെള്ളത്തിനുള്ള ഒരു തുള്ളി വെള്ളം പോലും ഈ വ്യവസായ സംരംഭത്തിന് വേണ്ടി ഉപയോഗിക്കില്ല. അവിടെ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന രാജേഷിന്റെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ ജലസമൃദ്ധമാണ് പാലക്കാട്. ഇന്നത്തെ കണക്കുകൾ വെച്ചിട്ടാണെങ്കിൽ ജലസമൃദ്ധമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം, കാരണം എന്താ വെച്ചാൽ മറ്റു അതിഥികൾ കൂടെ കാത്തിരിക്കുന്നുണ്ട്. ശ്രീ BN ഹസ്കർ, ഇവിടെ ജോസഫ് സി മാത്യു ചോദിച്ചൊരു കാതലായ ചോദ്യമുണ്ട്. മഴ പെയ്യുന്നത് പാലക്കാട് ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണോ? ആ മഴവെള്ളം സംഭരിക്കുക എന്ന് പറയുന്നത് ഏത് ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ശ്രീ ജോസഫ് സി മാത്യുവിടെ ഭംഗിയായി വിശദീകരിക്കുകയുണ്ടായി. റീചാർജിങ്ങിലേക്ക് പോകുന്നില്ല, അത് റീചാർജിങ്ങിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ പാലക്കാടാണ് ഏറ്റവും വലിയ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കാൻ പോകുന്ന ആശങ്കകൾ പല മടങ്ങായിരിക്കും എന്ന് മാത്രവുമല്ല, ഈ പഞ്ചായത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഒരു രേഖ വെച്ചുകൊണ്ട് അരുൺ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ആ പഞ്ചായത്ത് പ്രസിഡന്റിനടക്കം കാണാനില്ല എന്ന് പറഞ്ഞ്. ആ വിഷയം പാലക്കാട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അരുണെ MP രാജേഷ് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും അദ്ദേഹം ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അങ്ങയുടെ ദേശാമനി പത്രത്തിൽ ആ വാർത്ത വന്നിട്ടുള്ളതാണ്. അതിന് രമേശ് ചെന്നിത്തല മറുപടി പറയുകയുണ്ടായി കണ്ണൂരിൽ വെച്ച്. രമേശ് പറഞ്ഞത് ആ സെക്രട്ടറി ആ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടില്ല, ആ സെക്രട്ടറി അല്ല പോയത്, മറ്റൊരാളാണ് പോയത് എന്നാണ്. ആ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, അവിടുത്തെ MP അറിഞ്ഞിട്ടില്ല, അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അതിൻ്റെ വാസ്തവം എന്തായാലും ജിൻഡോയാണ് പറയേണ്ടത്, ഞാനല്ല. എന്തായാലും ഹസ്കർ, ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ മഴയുടെ ഉടമ, അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ജലശക്തി മിഷന്റെ അവാർഡ് വാങ്ങിയതാണ്. എങ്ങനെ? ഈ പറയുന്ന റെഡ് സോണിലാണ് ഇപ്പോഴും ആ മേഖല. അവിടെ ഇത്തരം റീചാർജിങ്ങിലൂടെ അവിടുത്തെ ഈ പറയുന്ന ഭൂഗർഭജലത്തിൻ്റെ വിധാനം ഉയർത്താൻ കഴിയുക, അവിടെ കൃഷിയോഗ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഭാഗമായി ഈ സർക്കാരിൻ്റെ പദ്ധതിയുമായി ചേർന്നവർ നീങ്ങുകയുണ്ടായി. അത് നമ്മളും കൃഷിയിലേക്ക് എന്നതാണ്. 68 ഏക്കറയാണ് തരിശുനിലം കൃഷിയോഗ്യമാക്കിയത്. അങ്ങനെ കൃഷിയോഗ്യമാക്കുമ്പോൾ എന്താണത്? ആ ഭൂമി തന്നെ റീചാർജ് ചെയ്യപ്പെടുകയാണ്, അല്ലേ? ഇനി ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജലശക്തി മിഷൻ സൗത്ത് ഇന്ത്യയിൽ ഈ ഒരേ ഒരു പഞ്ചായത്തിനാണ് കിട്ടിയിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ 3 പഞ്ചായത്തുകൾക്ക് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളത്. അതിലൊന്നാണ് കേരളത്തിലെ ഏക പഞ്ചായത്താണ്. അതാണോ ഒയാസിസ് അവിടെ നടത്താൻ പോകുന്ന പ്രവർത്തന രീതി, ശ്രീ ഹസ്കർ? അല്ല വേണു, ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇപ്പോൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്ന പ്രശ്നം, ഒരു വസ്തുതയെ നിങ്ങൾ അപനിർമ്മിക്കുകയും ആ അപനിർമ്മിക്കപ്പെട്ടത് വസ്തുതയാണെന്ന് നിങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിടത്താണ്.